നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. നാലമ്പല ദർശനത്തിനായി തൃപ്പയാറിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കയ്പമംഗലം മണ്ഡലത്തിൽ കുട്ടികളെ അണിനിരത്തി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പ്. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന് തെക്കുവശത്തുള്ള സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയുടെ ഭണ്ഡാരമാണ് കുത്തി തുറന്നത്. മുൻവശത്ത് വെച്ചിരുന്ന ഭണ്ഡാരത്തിന്റെ താഴ് തകർത്താണ് ഉള്ളിലുണ്ടായിരുന്ന പണം കവർന്നത്. ഏകദേശം 2000 രൂപയോളം നഷ്ടപ്പെട്ടതായി പറയുന്നു. 3 വർഷം മുമ്പും ഈ കപ്പേളയിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജില്ലയിലെ വോളിബോളിൻ്റെ വളർച്ചയ്ക്കായി തൃശൂർ ജില്ലയിലെ വോളിബോൾ താരങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് വോളി ഫ്രണ്ട്സ് UAEയും ലെജൻഡ്സ് വോളി കേരളയും സംയുക്തമായി നടത്തിയ വോളിബോൾ ടൂർണമെൻറ്റ് തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ അർജുന അവാർഡ് ജേതാവ് സിറിൽ C. വെള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ VK സരസ്വതി അധ്യക്ഷയായി. ഇന്റർനാഷണൽ വോളിബോൾ താരം PC ഗോപിദാസ് മുഖ്യാതിഥിയായി. കോച്ച് മുഹമ്മദ് സഗീർ ഹൈദ്രോസിനെ ആദരിച്ചു. റിയാസ് റഹ്മാൻ, PC രവി, CK മധു, TV മണികണ്ഠലാൽ, ഷിറാസ് കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. 8 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റ് വിജയികൾക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, UAE വോളി ഫ്രണ്ട്സ് പ്രതിനിധി, യൂണിവേഴ്സിറ്റി താരവുമായ നിയാസ് റഹ്മാൻ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. വിജയികൾക്ക് ട്രോഫികൾക്ക് പുറമെ 10,000, 6,000, 3,000 എന്നീ ക്രമത്തിൽ ക്യാഷ് അവാർഡുകളും നൽകി. നാലമ്പല ദർശനത്തിനായി തൃപ്പയാറിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി തൃപ്പയാർ ദേവസ്വം മാനേജർക്ക് നിവേദനം നൽകി. കംഫർട്ട് സ്റ്റേഷൻ 12 മണിക്ക് ശേഷം അടച്ചിടുന്നത് ഭക്തർക്ക് ബുദ്ധിമുട്ടാവുന്നതിനാൽ മുഴുവൻ സമയവും തുറന്ന് പ്രവർത്തിക്കണമെന്നും ടോയ്ലറ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ക്ഷേത്രനഗരിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ദേവസ്വം പറമ്പിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നും ഫസ്റ്റ് എയ്ഡ് സംവിധാനം ക്ഷേത്രമതിൽക്കെട്ടിന് പുറത്ത് തയ്യാറാക്കണമെന്നും BJP നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് സെന്തിൽകുമാർ, ജനറൽ സെക്രട്ടറി PT ശ്രീകുട്ടൻ, പഞ്ചായത്ത് മെമ്പർ സുരേഷ് ഇയാനി, ലാൽ ഊണുങ്ങൽ, NS ഉണ്ണിമോൻ, AK ചന്ദ്രശേഖരൻ, സിദ്ധാർത്ഥൻ ആലപ്പുഴ, അംബിക ടീച്ചർ, ജ്യോതിദാസ്, ശിവരാമൻ എരണേഴത്ത്, SK ശ്രീധരൻ, അനൂപ് പട്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നല്ല രീതിയിലാണോ എന്നുള്ളത് നമുക്ക് BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ സന്ദർശനം നടത്തി. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാത്റൂം ഫെസിലിറ്റീസ്, പാർക്കിങ്, അതുപോലെയുള്ള ഫസ്റ്റ് എയ്ഡ്, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മാനേജറായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ഏകദേശം ഇപ്രാവശ്യം മാനേജർ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നിർദ്ദേശങ്ങൾ മാനേജർ കേൾക്കുകയും ഇനി കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാനേജർ നികത്തി ഇപ്രാവശ്യത്തെ നാലമ്പല ദർശനം നല്ല രീതിയിൽ നടത്താമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മളെ ഈ ആളുകൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തുന്ന എല്ലാ ആളുകൾക്കും പോകാനുള്ള ഈ ടോയ്ലറ്റ് സൗകര്യം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ടോയ്ലറ്റ് സൗകര്യം എന്തായാലും ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളടുത്ത് ട്രാഫിക്കിന് ഭയങ്കരമായ ഒരു ഗതാഗതക്കുരുക്ക് ഈ ഒരു മാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ദേവസ്വം പറമ്പിൽ, സ്റ്റോക്കുപുര പറമ്പിൽ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. നാട്ടിക വെസ്റ്റ് ക്യാമ്പ് UP സ്കൂളിൽ ഈ അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് ജൂലൈ 14 വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും നടന്നു. 119 വോട്ടുകൾ നേടി 7ാം ക്ലാസ്സിലെ ആരാധ്യ VU സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 60 വോട്ടുകളോടെ 7ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ആർദ്ര VU സെക്കൻഡ് ലീഡറായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ലീഡർമാരെ പ്രധാനാധ്യാപിക CJ ജെന്നി അനുമോദിച്ചു. ഫലപ്രഖ്യാപനത്തിന് ശേഷം ആഹ്ലാദ പ്രകടനവും നടന്നു. സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും നേതൃത്വം നൽകി.
ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. 11ാമത് തൃശൂർ ജില്ലാ ജൂനിയർ ത്രോബോൾ ചാമ്പ്യൻഷിപ്പ് ജൂലൈ 27-28 തീയതികളിൽ തൃശൂർ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ ജൂലൈ 23 മുൻപായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലുള്ള ടീമുകളുടെ തിരഞ്ഞെടുപ്പും അന്നേ ദിവസം നടക്കും. വ്യക്തിഗത ടീം തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ലെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7736686231 നമ്പർ ഒരിക്കൽ കൂടി 7736686231 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കാരമുക്ക് വില്ലേജ് ഓഫീസർ DP ശ്രീലതയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചതിനെ തുടർന്ന് കാരമുക്ക് വില്ലേജ് ജനകീയ സമിതിയും വില്ലേജ് ജീവനക്കാരും ചേർന്ന് യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, BLOമാർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വില്ലേജിലെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടിയും സമയബന്ധിതമായും ചെയ്തു തീർക്കുവാൻ വില്ലേജ് ഓഫീസർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ കാലയളവിൽ വളരെയധികം സ്നേഹത്തോടെയും സൗഹൃദത്തോടുകൂടിയും ജനങ്ങളോട് ഇടപെട്ടു. അവരുടെ അപേക്ഷകൾക്ക് കാലതാമസം കൂടാതെ തീർപ്പ് കൽപ്പിക്കുവാൻ വില്ലേജ് ഓഫീസർക്ക് സാധിച്ചിരുന്നു. വാർഡ് മെമ്പർ അധ്യക്ഷയായ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യ അതിഥിയായിരുന്നു. വില്ലേജ് അസിസ്റ്റന്റ് ഷെനിൽ, സജീന്ദ്രൻ, പ്രഭാത്, പ്രകാശ്, ഷൈനു, ഹരിദാസ്, ധർമ്മൻ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബും ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കും സഹകരിച്ചുകൊണ്ട് ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിൽ വെച്ച് 360 ദിവസവും നീണ്ടുനിൽക്കുന്ന സൗജന്യ പ്രമേഹ പരിശോധന, കാഴ്ച പരിശോധനാ ക്യാമ്പുകളുടെ ഉദ്ഘാടനം വിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂർ നിർവഹിച്ചു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KS സീൻകുമാർ അധ്യക്ഷത വഹിച്ചു. IA അരൂപ്, KK കൃഷ്ണജിത്ത്, GST ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ CA പോളി, ഡിസ്ട്രിക്ട് സെക്രട്ടറി MC മദനകുമാർ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത്, സോൺ ലേഡി ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ്, രലീഷ് രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് കോർഡിനേറ്റർമാരായ KP പ്രവീൺജിത്ത്, TJ സുപ്രിയ, ലയൺ മെമ്പർമാരായ OM ബിജു, ജയപ്രകാശ് ചക്കാമടത്തിൽ, CB സുനിൽകുമാർ, KK മദനൻ, MV ബിജിത്ത്, മോഹൻ റോയ്, KR മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ലയൺസ് പ്രസ്ഥാനമുണ്ട്. അതിലെ ഒരു ക്ലബ്ബാണ് വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ്. മുൻവർഷങ്ങളിലൊക്കെ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിൽ ചെയ്ത് ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും നല്ലതായ ഒരു ക്ലബ്ബാണ് വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ്. കഴിഞ്ഞ വർഷം 15 നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ വാടാനപ്പള്ളി ക്ലബ്ബ് നടത്തുകയുണ്ടായി. ഇപ്പോൾ
വീണ്ടും 3ാമത്തെ വർഷത്തിലേക്കാണ് എനിക്ക് തോന്നുന്നു വിഷൻ ക്യാമ്പ് ഈ ഹോസ്പിറ്റലിൽ തന്നെ നടത്തുന്നു. അതിന് ജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഗംഭീരമാണ്. അതിന് ഹോസ്പിറ്റലിൻ്റെ സപ്പോർട്ട് എനിക്ക് നന്നായി കൊടുക്കുന്നുണ്ട്. ഇതിലെ പ്രധാനമായിട്ടും ലോകത്തിൻ്റെ പ്രധാന വെല്ലുവിളികളായ 8 ഗ്ലോബൽ കോസസിലെ 2 പ്രോജക്റ്റാണ്. ഒരെണ്ണം വിഷൻ, ഒരെണ്ണം ഡയബറ്റീസ്. ഡയബറ്റീസ് എന്ന രോഗം മാരകമാണെങ്കിലും തുടക്കത്തിൽ അത് നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗുളിക കൊണ്ട് മാറാവുന്ന അസുഖമാണ്. ആരോഗ്യരംഗത്ത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതുതായി NQAS അംഗീകാരം ലഭിച്ചതെന്നും ദേശീയതലത്തിൽ അംഗീകാരം നേടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത്, വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ PB പ്രിയേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിൽ മണലൂരിനാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. 3 ഡോക്ടർമാരുടെ സേവനമുള്ള ആശുപത്രിയിൽ ദിവസവും 260ഓളം പാവപ്പെട്ട രോഗികളാണ് പരിശോധനയ്ക്ക് എത്തുന്നത്. മരുന്നുകൾ എല്ലാം സൗജന്യമാണ്. ലാബിലെ പരിശോധന ഗുണനിലവാരമുള്ളതാണ്. പാലിയേറ്റീവ് കെയർ പ്രവർത്തനവും മികച്ചതാണ്. 346 രോഗികളിൽ 140 പേർ കിടപ്പ് രോഗികളാണ്. ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നേതൃത്വത്തിൽ വാഹനത്തിൽ വീട്ടിൽ എത്തിയാണ് പരിചരണം നടത്തിവരുന്നത്. ഓരോ വർഷവും 12 ലക്ഷം രൂപയാണ് ചികിത്സാ രംഗത്ത് പഞ്ചായത്ത് വിനിയോഗിക്കുന്നത്. മുരളി പെരുന്നെല്ലിയുടെ MLA ഫണ്ട് 25 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിട നിർമ്മാണം നടക്കുകയാണ്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്നതിനാൽ രോഗികൾ ഏറെയാണ് എത്തുന്നത്. അവാർഡായി ലഭിക്കുന്ന 2 ലക്ഷം രൂപയും ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വികസനത്തിനായി ഉപയോഗിക്കുമെന്നും ഇവർ അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗം ബിന്ദു സതീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 4.23% മാർക്കോട് കൂടിയിട്ടാണ് മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രം ഈ നാഷണൽ ലെവലിലേക്ക് ഉയർത്തപ്പെട്ടത്. ഒന്ന് എങ്കിൽ പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് അടുത്ത് വന്നത്. അവരെക്കാളും ഒരു 2.5% മാർക്ക് മണലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കൂടുതലാണ്. ഇത് മെയിനായിട്ട് NQAS എന്ന് പറയുന്ന ദേശീയ നിലവാരത്തിൻ്റെ ഇതിലേക്കാണ് നമ്മൾ സൂചികയിലേക്കാണ് നമ്മൾ ഉയർത്തിയത്. അതായത് നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്, ഒരു എന്താ പറയേണ്ടത്, നമ്മളൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിന് ഉയർത്താനേ സാധിച്ചു. ഇതിൽ ഉയർത്താനായിട്ട് ഇവിടെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ മെമ്പർ ഉണ്ട്, ആരോഗ്യ ചെയർമാൻ ഉണ്ട്, ഇവയൊക്കെ ഉണ്ട്. ഇതിലൊരു കൂട്ടായ പ്രവർത്തനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമുക്കിത് ഇങ്ങനെ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്താൻ പറ്റും. ചന്ദ്രപിന്നി കൊട്ടേക്കാട്ട് കുടുംബയോഗ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളും ശുചിത്വ സാഗരം പദ്ധതിയിൽ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയതും കണക്കിലെടുത്താണ് ആദരവ് സംഘടിപ്പിച്ചത്. എടത്തിരുത്തി കാളിക്കുട്ടി സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, കുടുംബയോഗ സമിതി സെക്രട്ടറി K പ്രസന്നരാജു, പഞ്ചായത്ത് അംഗങ്ങളായ VV ജയൻ, സാജിദ പുതിയവീട്ടിൽ, ഹേന രമേശ്, PH ബാബു, PA ഷമീർ, BEOമാരായ അജിത, ഷിനി, കോർഡിനേറ്റർ ജിഹാന എന്നിവർ സംസാരിച്ചു. കൊട്ടേക്കാട്ട് കുടുംബയോഗ സമിതി ഭാരവാഹികളായ K ബാലചന്ദ്രൻ, A ശിവദാസ്, K ഗോപകുമാർ, കിരൺ ബാലചന്ദ്രൻ, ഗിരിജ മേനോൻ, തോട്ടാപ്പള്ളി വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്.
ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകളിലേക്ക്. ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 2024-25 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ചാഴൂർ കമ്മ്യൂണിറ്റി ഹാൾ അങ്കണത്തിൽ ഓപ്പൺ ജിം, ബയോ കമ്പോസ്റ്റ്, SC യുവാക്കൾക്ക് വാദ്യോപകരണ വിതരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ കമ്പോസ്റ്റിംഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം, പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ തന്നെ വാദ്യോപകരണങ്ങൾ നൽകുന്നതിന് വേണ്ടി ഒരു പദ്ധതി പഞ്ചായത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഈ 3 പദ്ധതി ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഈ തുമ്പൂർമൊഴിയുടെ ഈ യൂണിറ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, നമ്മുടെ ആലപ്പാട് GLPSലാണ്. അപ്പം അതിൻ്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമുക്കറിയാം, നവകേരളം, ഈ ക്ലീൻ കേരള അല്ലെങ്കിൽ മാലിന്യമുക്ത നവകേരളം എന്ന ആ മുദ്രാവാക്യം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നമ്മുടെ കേരളത്തിലാകാൻ. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NN ജോഷി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി, വാർഡ് മെമ്പർമാരായ M ശ്രീരാഗ്, ഓമന PK, ഷില്ലി ഷിജുമോൻ, സെക്രട്ടറി ജോയ് C വർഗീസ് എന്നിവർ സംസാരിച്ചു. ഓപ്പൺ ജിമ്മിന് 3,50,000 രൂപയും തുമ്പൂർമൊഴി ബയോ കമ്പോസ്റ്റിന് 3,50,000 രൂപയും യുവാക്കൾക്കുള്ള വാദ്യോപകരണത്തിന് 90,000 രൂപയുമാണ് 2024-25 ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വകയിരുത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓർഗാനിക് വേസ്റ്റാണ്. അതായത് പച്ചക്കറി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, ഇങ്ങനെ വരുന്ന സാധനങ്ങൾ ഇതിലിടുകയും അതിനുള്ള ഒരു മീഡിയ ആണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഇനോക്കുലം എന്ന് പറയും, കോയർപിറ്റ് ഇനോക്കുലം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. വെള്ളം കൂടുതൽ വന്ന് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, വെള്ളം അധികം ഇല്ലാതെ ഇതിലേക്ക് സാധനങ്ങൾ ഇടണം, മീൻസ് വേസ്റ്റ് ഇടണം. അതിനുശേഷം നമ്മൾ ഈ ഇനോക്കുലം അതിലേക്ക് ഇടുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നു, ഇനോക്കുലം ഇടുന്നു. ആദ്യം ചെയ്യേണ്ടത്, ആദ്യം നിലത്ത് നമ്മളിത് വിരിക്കണം. ആദ്യം ഇനോക്കുലം ആദ്യം ഇടണം. അതിനുശേഷം നമ്മൾ വേസ്റ്റ് ഇതിലിടുന്നു. അതിനും പുറത്ത് നമ്മളിത് മൂടുന്ന രീതിയിൽ ഇനോക്കുലം കയറി കൊടുത്തത്. ഈ പ്രോസസ്സാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. ഒരു 30-35 ദിവസം ആകുമ്പോഴേക്കും ഇത് ഏകദേശം ഇത് 4-1 ചുരുങ്ങും, കമ്പോസ്റ്റ് ആയി എന്നുള്ളതാണ്. നമ്മൾക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ റീപ്പേഴ്സ് അഴിച്ചു വെക്കുക. നേരെ കൊണ്ട് ഇങ്ങനെ കൊട്ടരുത്. ഇത് അഴിച്ചു വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് കൂടും തോറും ഈ ഇതിന് മേലേക്ക് കയറ്റി വെക്കുന്നു. അപ്പം ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോവാം. മുസ്ലിം ലീഗ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ആരോഗ്യ മേഖലയോടുള്ള സർക്കാരിൻ്റെ അവഗണനയിൽ പ്രതിഷേധിച്ചും ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. CA ജലീൽ, KM നിഷാദ്, KK സക്കറിയ എന്നിവർ സംസാരിച്ചു. നിയോജകമണ്ഡലം ഭാരവാഹികളായ TK ഉബൈദു, PM സൈനുദ്ദീൻ, അബ്ദുൽ കരീം മൗലവി, സലീം പുറക്കുളം, PM മൊയ്തു, PT മുജീബ് റഹ്മാൻ, TA ഫഹദ്, VH ജമാൽ, സാജിദ പുതിയ വീട്ടിൽ, PA മുജീബ് റഹ്മാൻ, TK സെയ്ദു, EK മുഹമ്മദ് ഹാജി, സദക്കത്തുള്ള, VM ഹനീഫ, PA നാസർ, MH അഷ്റഫ്, അനിൽകുമാർ, PA സൽമാൻ ഫാരിസ്, ഉനൈസ് ഹുദവി, മുഹമ്മദ് റിഹാൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. പകരം ആളുകളെ വെക്കുന്നില്ല. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ HDC കമ്മിറ്റിയുടെ മെമ്പർ കൂടിയാണ്. നിരവധി യോഗങ്ങളിൽ, അതുപോലെ തന്നെ നിരവധി സമരങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യമാണ്, ഇവിടെ നിന്ന് ഡോക്ടർമാർ സ്ഥലം മാറി പോകുമ്പോൾ അവർക്ക് പകരമായി ആളുകളെ വെക്കണമെന്നുള്ളത്. നിരവധി പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുകയാണ്. കയ്പമംഗലം മണ്ഡലത്തിൽ കുട്ടികളെ അണിനിരത്തി ലഹരിക്കെതിരെയുള്ള ജനകീയ ക്യാമ്പ് സംഘടിപ്പിച്ചു.
മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ 8, 9, 10 ക്ലാസുകളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകർ, എഴുത്തുകാർ, വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തകർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, ബ്ലോഗർമാർ, DEO, AEO, BPCമാർ തുടങ്ങിയ വിവിധ മേഖലകളിലെ തിരഞ്ഞെടുത്ത 51 പേരാണ് ക്യാമ്പയിനിൽ പങ്കെടുത്തത്. കുട്ടികൾ അവരുടെ സംശയങ്ങളും ആശങ്കകളും ക്ലാസ്സിലെത്തിയ റിസോഴ്സ് പേഴ്സൺമാരുമായി പങ്കുവച്ചു. കുട്ടികൾക്ക് ലഹരി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ മണ്ഡലം സമിതി ഒപ്പമുണ്ടാവുമെന്നും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനങ്ങളും കൗൺസിലിംഗും നിരന്തരം ലഭ്യമാക്കുമെന്നും മണ്ഡലം സമിതിയുടെ ചെയർമാനായ MLA പറഞ്ഞു. ക്ലാസുകൾക്ക് ശേഷം ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ മൈതാനിയിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് ഇംഗ്ലീഷ് അക്ഷരരൂപത്തിൽ അണിനിരന്ന് മയക്കുമരുന്ന് വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റ് T.K. മീരാബായ്, അധ്യാപക അവാർഡ് ജേതാക്കളായ K.K. ഹരീഷ് കുമാർ, V.K. മുജീബ് റഹ്മാൻ, A.K. മൊയ്തീൻ, ബ്ലോഗർ ഷെബീർ, എഴുത്തുകാരായ ആദിത്യൻ കാതിക്കോട്, ഹവ ടീച്ചർ അഫ്നാസ്, മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ, CI ബാലസുബ്രഹ്മണ്യൻ, MES അസ്മാബി കോളേജിലെ സൈക്കോളജി വിഭാഗം തലവൻ ലത്തീഫ് ചേനത്ത്, സ്വരക്ഷാ കൺവീനർ PR ശ്രീധർ, ER രേഖ, TS സജീവൻ, പ്രധാന അധ്യാപകൻ ജോജി ജോസഫ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. എനിക്കും ഞാനും ഒരുപാട് കാലമായിട്ട് ക്ലാസ് എടുത്താറുണ്ട്. അവരെ ക്ലാസ് രാവിലെ ആൾക്കാർ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ് എടുക്കാറുണ്ടോ വല്ലതും മനസ്സിലുണ്ടോ എന്ന് നോക്കാൻ ആരെങ്കിലും ഒരാൾ പിടിച്ചാൽ മതി ഞാൻ മനസ്സിലായി. അപ്പൊ എന്റെ മുമ്പിൽ എന്തായാലും രാവിലെ രമേശ് പറഞ്ഞു. അപ്പൊ രമേശോട് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലൊന്നും എഴുതി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിങ്ങോട്ടുകര 4 കൂടിയ സെൻട്രൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗം പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സ് ഹാളിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VK പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഭാഗ്യനാഥൻ, യൂത്ത് വിംഗ് സെക്രട്ടറി നാസർ, നാട്ടിക നിയോജകമണ്ഡലം വൈസ് ചെയർപേഴ്സൺ രൂപ വിജയൻ, യൂണിറ്റ് സെക്രട്ടറി ജോൺസൺ ചെറുവത്തൂർ, വൈസ് പ്രസിഡന്റ് പ്രകാശൻ കണ്ടങ്ങത്ത്, ട്രഷറർ സജിത് KS എന്നിവർ സംസാരിച്ചു. അവരാണ് ഈ നിയമം കൊണ്ടുവന്നത്, ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. പുതുതായിട്ട് പുതിയ സർക്കാർ വന്നു, അവർ വർഷങ്ങളായിട്ട് ഭരിക്കുന്നു, അവർക്കൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളല്ലാതെ അതിനെ പുറകോട്ടടിക്കുന്ന ഒരു പ്രവർത്തനവും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു സർക്കാരിനും ചെയ്യാൻ കഴിയില്ല. കാരണം അത് ആഗോളപരമായി വന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കാര്യമാണ്. അതിനെ ഉൾക്കൊണ്ടേ മതിയാവും, ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. അപ്പോൾ അവിടെയും നമുക്ക് രക്ഷയില്ല. അന്യസംസ്ഥാന ജോലിക്കാരെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ ഇവിടെ ഒരു ജോലി നടക്കൂല. അപ്പോൾ അത് നടക്കൂല. പറഞ്ഞയച്ചാൽ പണിയെടുക്കാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ അവിടെ നമ്മൾ തോറ്റുപോയി. രണ്ടാമത്തെ കാര്യം, ഓൺലൈൻ വ്യാപാരം, കുത്തക വ്യാപാരം എന്നൊക്കെ പറയുന്ന വ്യാപാരങ്ങൾ ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളായിട്ട് കാണാനേ കഴിയുള്ളൂ, അല്ലാതെ അതിനില്ലായ്മ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെയും നമ്മൾ പരാജയമാണ്. ഇത്തരം ഒരുപടി പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കച്ചവടം കുറച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് നേരിട്ട് പരിഹാരമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടണം. നേരിട്ട് പരിഹാരമില്ല അതിന്. അവിടെയാണ് സംഘടന ചിന്തിച്ചത്, വ്യാപാരികളെ പിന്നെ എങ്ങനെ സഹായിക്കും, വ്യാപാരികളെ സഹായിക്കുക, വ്യാപാരികളുടെ നിലനിൽപ്പ് ആ ഉറപ്പുവരുത്തുക, അവരുടെ നിലനിൽപ്പിന് ആസ്പദമായി ആധാരമായി എന്ത് പ്രവർത്തനമാണ് ഈ സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുക. 10,000 രൂപ വിൽക്കുന്ന വ്യാപാരി സംഘടന ഇടപെട്ട് നാളെ മുതൽ നിങ്ങളുടെ കച്ചവടം 15,000 ആക്കി തരാമെന്ന് പറയാൻ സംഘടനയ്ക്ക് കഴിയില്ല. കാരണം ഇത് ഒരാളുടെയോ രണ്ടാളുടെയോ പ്രശ്നമല്ല, ലക്ഷക്കണക്കിന് വ്യാപാരികളുടെ പ്രശ്നമാണ്, അല്ലേ? മണലൂർ 2-ാം വാർഡിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളം താഴ്ന്നിറങ്ങി. മണലൂർ 2-ാം വാർഡിൽ ഉദയ അങ്കനവാടിക്ക് സമീപം കുന്നത്തുള്ളി പ്രശാന്തിന്റെ വീട്ടുമുറ്റത്തെ കിണറ്റിലെ വെള്ളമാണ് താഴ്ന്നിറങ്ങിയത്. ഇന്ന് രാവിലെ ആയിരുന്നു സംഭവം. 12 റിങ്ങുകളുള്ള കിണറ്റിൽ താഴെയുള്ള ഏതാനും റിങ്ങിൽ മാത്രമേ വെള്ളമുള്ളൂ. ഗൾഫിൽ കുടുംബമായി താമസിക്കുന്ന പ്രശാന്തും കുടുംബവും കഴിഞ്ഞ ആഴ്ചയാണ് നാട്ടിൽ എത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനത്ത് കപ്പേളയുടെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം. നാലമ്പല ദർശനത്തിനായി തൃപ്പയാറിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. കയ്പമംഗലം മണ്ഡലത്തിൽ കുട്ടികളെ അണിനിരത്തി ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പ്.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.